നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് സാഗർ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ചെയ്തു വരുന്ന സീരീസ്, അതായത് ലാസ്റ്റ് നടന്ന ജനുവരി 3 നടന്ന 3 മുതൽ ഇങ്ങോട്ട് നടന്ന ഓൺലൈൻ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അനാലിസിസ് അല്ലേ. ഏതൊക്കെ സെക്ഷൻസ് ആയിരുന്നു, സെക്ഷൻസിനകത്ത് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്, ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എന്താണ്, അതിൻ്റെ ടഫ്നെസ് എന്താണ്, അതുപോലെ മാർക്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ, വെയിറ്റേജ് എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് വരെയായിരുന്നു നമ്മൾ ഈ ലാസ്റ്റ് ഒരു 8 ദിവസം. ഇത് ലാസ്റ്റ് വീഡിയോ ആണ്, അതായത് ഇന്റർമീഡിയറ്റ് സെക്കൻഡ് ഗ്രൂപ്പിന്റെ ലാസ്റ്റ് സബ്ജക്ട് കമ്പനി അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ്. ഈ ഒരു സബ്ജക്റ്റും കൂടെ കവർ ആയി കഴിഞ്ഞാൽ ഇന്റർമീഡിയറ്റിന്റെ എല്ലാ ടോപ്പിക്കുകളും അല്ലെ 8 സബ്ജക്റ്റ് നമ്മൾ കവറായി 8 വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റ് വീഡിയോ ആണ്. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിച്ച ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ മിക്കപ്പോഴും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വരുമ്പോൾ മിക്കപ്പോഴും 11 മണി 10-11 മണിയൊക്കെ ആയതിനു ശേഷമായിരിക്കും എനിക്ക് വീഡിയോ എടുക്കാൻ ടൈം കിട്ടാറ്. അപ്പോൾ ചോദിച്ചാൽ പോലും ഓർമ്മയുള്ള ക്വസ്റ്റ്യൻസ് ഷെയർ ചെയ്യാനും നമുക്ക് വീഡിയോ എടുക്കുന്ന എല്ലാവർക്കും ഹെൽപ്ഫുൾ ആണെന്നൊക്കെയുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് നമ്മുടെ കൂടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അവർക്ക് എല്ലാവർക്കും എനിക്ക് പേഴ്സണലി അറിയാവുന്നതും അറിഞ്ഞുകൂടാത്തതുമായ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലുള്ള ഫ്രണ്ട്സും എല്ലാവരും ഉണ്ട്. അവർക്കെല്ലാം ഒരുപാട് താങ്ക്സ് പറയാണ്. നിങ്ങൾ ചെയ്ത് വളരെ ഒരു നല്ല കാര്യമാണ്. അപ്പോൾ നമുക്ക് കടക്കാം കമ്പനി അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് എന്ന് പറയുന്ന സബ്ജക്റ്റ്. ഓക്കെ, നമുക്കറിയാം കമ്പനി അക്കൗണ്ട്സ് ഓഡിറ്റ് എന്ന് പറയുന്ന ഈ സബ്ജക്റ്റിൽ കമ്പനി അക്കൗണ്ട്സ് 50% ഓഡിറ്റിംഗ് 50% ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, കമ്പനി അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പേപ്പർ നമ്പർ 12 ഇമ്പോർട്ടൻ്റ് തിയറി ആണോ അതോ പ്രാക്ടിക്കൽ ആണോ? ഞാൻ പറയും തിയറി ആണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഓഡിറ്റിംഗ് 50% തിയറിയാണ്. ഓഡിറ്റിംഗിലെല്ലാം തിയറിയാണ്. സത്യം പറഞ്ഞാൽ ഓഡിറ്റിംഗ് ഒരു തിയറി പേപ്പർ അല്ല. ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ റിയൽ വേൾഡിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന കുറേ കാര്യങ്ങളാണ് ഓഡിറ്റിംഗ്. പ്രാക്ടിക്കലി നമ്മൾ വൗച്ച് ചെയ്യാനും ഇന്റേണൽ കൺട്രോൾ എന്നൊക്കെ പ്രാക്ടിക്കലി നമ്മൾ ചെയ്യുന്നതാണ്. പക്ഷേ പഠിക്കാൻ നോക്കുകയാണെങ്കിൽ ഓഡിറ്റിംഗ് ഒരു തിയറി പേപ്പറാണ്. 50% തിയറി. കമ്പനി അക്കൗണ്ട്സ് ആണെങ്കിൽ നമുക്ക് കമ്പനി അക്കൗണ്ട്സിൽ പഠിക്കാനുള്ളത് ആദ്യമേ കമ്പനിയുടെ കുറേ അക്കൗണ്ട്സ്, ഡിബഞ്ചേഴ്സ്, അതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് പഠിക്കാനുണ്ട്. അതിനുശേഷം ഇലക്ട്രിസിറ്റി കമ്പനി, ഇൻഷുറൻസ് കമ്പനി, അതുപോലെ തന്നെ പിന്നെ ഇതായിരുന്നു ബാങ്കിങ് കമ്പനി. ഈ 3 കമ്പനീസിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അവരെ കുറേ അഡ്ജസ്റ്റ്മെൻറ്റും പഠിക്കാനുണ്ട്. പിന്നെ AS 3, 4, 5 കുറച്ച് AS നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. സെഗ്മെന്റ് റിപ്പോർട്ടിംഗ്, അങ്ങനെ കുറച്ച് ASകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇത് ഇത്രയും പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ആണ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് എന്ത് ചെയ്യും, ഷോർട്ട് നോട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തിയറി എഴുതാൻ ചോദിക്കും. അപ്പോൾ അവിടെയും തിയറി ഉണ്ട്. പിന്നെ കൂടാതെ നമ്മളെ MCQ ഇല്ലേ, ഒരു 10 മുതൽ എനിക്ക് തോന്നുന്നു ഒരു 13, 12, 14 മാർക്കിനൊക്കെ ആയിരിക്കും കമ്പനി അക്കൗണ്ട്സിൽ നിന്ന് MCQ ചോദിക്കുന്നത്. ആ MCQ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച തിയറി അല്ലെങ്കിൽ നമ്മൾ പഠിച്ച പ്രാക്ടിക്കൽ പ്രോബ്ലംസിൻ്റെ ഏതെങ്കിലും ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പോയിന്റ് എടുത്തിട്ട് അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, കമ്പനി അക്കൗണ്ട്സിൽ MCQ ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ തിയറി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായോ? തിയറിയും പ്രാക്ടിക്കലും തമ്മിലുള്ള ഒരു റേഷ്യോ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഒരു മോർ ദാൻ 60% കമ്പനി അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റിംഗിൽ തിയറിയാണ്. ബാക്കി ഒരു 40% മാത്രമാണ് ഇതെന്ന് പറയുന്നത് പ്രാക്ടിക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ തിയറി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ തിയറി ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഓഡിറ്റിങ്ങിൻ്റെ കാര്യം പറയേണ്ട, നിങ്ങൾ എന്തായാലും പഠിച്ചേ പറ്റൂ. കമ്പനി അക്കൗണ്ട്സിൻ്റെ തിയറിയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് ആ ക്വസ്റ്റ്യൻ്റെ ഒരു സ്ട്രക്ചർ പറയുകയാണെങ്കിൽ ഒന്നുമില്ല. ആദ്യം MCQ, പിന്നെ സെക്ഷൻ 2, 3, 4 അങ്ങനെ 4 സെക്ഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ ഓഡിറ്റിംഗിലും ഉണ്ടായിരുന്നു. അതിൽ ആദ്യമേ MCQ, എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് ഷോർട്ട് ക്വസ്റ്റ്യൻസ്, അതായത് 4 ചോയ്സ് വരും. അതിലേതെങ്കിലും 3 നമ്മൾ അറ്റൻഡ് ചെയ്യണം. ഇത് സെയിം തന്നെയാണ് ഇവിടെയും ഓഡിറ്റിംഗിലും. ആദ്യം MCQ, എന്നിട്ട് ഏറ്റവും ലാസ്റ്റ് വന്നിട്ട് കുറച്ച് ഷോർട്ട് ആൻസേഴ്സ്, ഷോർട്ട് നോട്ട്സ് നമ്മൾ എഴുതണം. 4 ഓപ്ഷൻസ് വരും. അതിലേതെങ്കിലും 3 സെലക്ട് ചെയ്ത് എഴുതണം. ഇതാണ് പാറ്റേൺ. അതിനുശേഷം പ്രോബ്ലംസ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള തിയറി നമുക്ക് വേണമെങ്കിൽ എഴുതാൻ അതിനുള്ള ആ കാര്യങ്ങളും കൊടുത്തു തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് ആ ക്വസ്റ്റിൻ്റെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് ചോദിച്ച ആ ഒരു പ്രോബ്ലംസ് ഏതൊക്കെയാണെന്ന് നോക്കാം. കമ്പനി അക്കൗണ്ട്സിൽ ചോദിച്ച പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഗവൺമെൻറ് ഗ്രാൻഡ്സ്. ഓർമ്മയുണ്ടോ? ഗവൺമെൻറ് ഗ്രാൻഡ് തരുമ്പോൾ നമ്മളത് നമ്മുടെ ആക്ച്വൽ പ്രൊഡക്ഷനിൽ നിന്നോ അല്ലെങ്കിൽ സെയിൽസിൽ നിന്നോ ഏതോ ഒരു വാല്യൂ ഒന്ന് കുറയ്ക്കണമെന്നോ ആ ഗ്രാൻഡിൻ്റെ എമൗണ്ട് കൂട്ടണമെന്നോ അങ്ങനെ എന്തൊക്കെയോ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചില്ലേ. ഗവൺമെൻറ് ഗ്രാൻഡ്സ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ പഠിച്ചേ പറ്റും. അതിൻ്റെ ഒരു പ്രോബ്ലം ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അണ്ടർ റൈറ്റിംഗ്, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അണ്ടർ റൈറ്റിംഗ്. ആ അണ്ടർ റൈറ്റിംഗിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇപ്പോൾ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഒരു ബാലൻസ് ഷീറ്റ് കുറച്ച് ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കണ്ടുപിടിക്കാനും നമ്മുടെ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, അതായത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ കമ്പനി അക്കൗണ്ട്സിൻ്റെ പേപ്പർ ചോദിച്ചതിൽ ഒരു പ്രാവശ്യം ചോദിക്കും, നെക്സ്റ്റ് ടേമിൽ ചോദിക്കില്ല, ചിലപ്പോൾ 2 ടേമിൽ അടുപ്പിച്ച് ചോദിക്കും. അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോബിലിറ്റി ഉള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ ഈ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു പ്രോബ്ലവും ഇപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ നമ്മുടെ ബാങ്കിങ് കമ്പനിയുടെ കുറച്ച് ഡീറ്റെയിൽസ് എന്നിട്ട് ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ടിൻ്റെ എമൗണ്ട് എത്രയാണ് അത് കണ്ടുപിടിച്ച് എഴുതാനും അതുപോലെ ബാക്കി അതർ ഇൻകംസ് എന്താണെന്ന് അത് കണ്ടുപിടിച്ച് എഴുതാനുള്ള പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ഈ ബാങ്കിങ് കമ്പനി, ഇൻഷുറൻസ് കമ്പനി, അതുപോലെ ഇലക്ട്രിസിറ്റി കമ്പനി പഠിക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ നമ്മൾ സ്ട്രെസ് കൊടുത്തിട്ട് പഠിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളുണ്ട്. അതായത് ഇലക്ട്രിസിറ്റി കമ്പനി പഠിക്കുമ്പോൾ അവർക്ക് ആദ്യമേ ഇനിഷ്യലി കിട്ടുന്ന എമൗണ്ട്
ആ കിട്ടുന്ന എമൗണ്ടിൽ കുറച്ച് റീഫണ്ടബിൾ ആണ്, കുറച്ച് എന്ത് ചെയ്യുക അവരുടെ ചാർജസ് ആയിട്ട് എടുക്കുന്നതാണ്. ഇതിനെ നമ്മൾ പല പേരുകൾ വിളിക്കും, ഇതിനെ പല കാൽക്കുലേഷൻസ് ഉണ്ട്, ഓർമ്മയുണ്ടോ? അങ്ങനെയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. കൂടാതെ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ആ സ്റ്റേറ്റ്മെന്റിൽ ഓരോ ഷെഡ്യൂൾ നമ്പർ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ചിലപ്പോൾ നമ്മളോട് പറയുന്നത് ഷെഡ്യൂൾ നമ്പർ 13 പ്രിപ്പയർ ചെയ്യാനായിരിക്കും. ഷെഡ്യൂൾ നമ്പർ 13 ഡെബിറ്റ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണ്, അല്ലെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണ്, ഷെഡ്യൂൾ നമ്പർ 13 ബാലൻസ് എത്രയാണ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് കാണാതെ ഒന്നും പഠിക്കേണ്ട, മനസ്സിലാക്കി പഠിക്കുക. ആ ഏതൊക്കെ ഷെഡ്യൂൾസ് നമ്പർ ഏതൊക്കെയാന്ന് പറഞ്ഞാൽ അതായത് ഏതാണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റിസീവ്ഡ് ആണോ, അല്ലെങ്കിൽ അതർ എക്സ്പെൻസസ് ആണോ, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. അതിൽ ഇൻഷുറൻസ് കമ്പനിയുടെ ആയിരിക്കും കുറച്ച് വ്യത്യാസമുള്ളത്. ഇൻഷുറൻസ് കമ്പനി നിങ്ങൾ സ്ട്രെസ് കൊടുത്ത് പഠിക്കുക. ഞാൻ പറഞ്ഞ പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസുകളുണ്ട്, ആ പോയിന്റുകളുണ്ട്, അതെല്ലാം നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഇനി കുറേ കമ്മിറ്റികളുടെ കാര്യങ്ങളും കുറച്ച് റൂൾസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഗവൺമെന്റ് ഗ്രാൻസ്, നേരത്തെ പറഞ്ഞല്ലേ ഗവൺമെന്റ് ഗ്രാൻസിന്റെ പ്രോബ്ലം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ പ്രോബ്ലംസ് ആണ് ചോദിച്ചത്. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു ഷോർട്ട് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞില്ലേ 4 ഓപ്ഷൻസ് തരും. ആ 4 ഓപ്ഷൻസ് നമ്മൾ 3 എണ്ണം സെലക്ട് ചെയ്ത് തരണം. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, കറണ്ട് അസറ്റ്. ആരെങ്കിലും പ്രതീക്ഷിക്കൂ കറണ്ട് അസറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ വേണ്ടിയിട്ട്, അതായത് ഷോർട്ട് നോട്ട് എഴുതാൻ വേണ്ടിയിട്ട് CMA എക്സാമിന് കറണ്ട് അസറ്റ് എന്ന് പറയുന്ന കാര്യം നമ്മൾ +1 അക്കൗണ്ടൻസി പഠിച്ചപ്പോൾ കുറേ ബേസിക് ടേംസ് പഠിച്ചു, അവിടെ പഠിച്ചതായിരിക്കും കറണ്ട് അസറ്റ്. അതിനുശേഷം +2ലും ഡിഗ്രിയിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴും ഫൗണ്ടേഷനിലും ഇന്റർമീഡിയറ്റ് പഠിച്ചപ്പോൾ കറണ്ട് അസറ്റ് എനിക്കറിയാം, ഞാൻ പണ്ടോട്ടേ കേൾക്കുന്നതെന്ന് പറഞ്ഞ് നമ്മൾ സ്കിപ്പ് ചെയ്ത് വിടും. ആ കറണ്ട് അസറ്റിനെ പറ്റിയിട്ട് ഷോർട്ട് നോട്ട് എഴുതാൻ ചോദിച്ചു. അതുപോലെ റീ ഇൻഷുറൻസ്, അപ്പോൾ നമുക്ക് അവിടെ എന്തൊക്കെ എഴുതാം, റീ ഇൻഷുറൻസ് ആക്സെപ്റ്റ് ഇടും, റീ ഇൻഷുറൻസ് സെഡ് ഇടും. അതിൽ പ്രീമിയം ഇൻകം ആണോ എക്സ്പെൻസ് ആണോ എന്ന് എഴുതാം. അവിടെ നമ്മൾ ക്ലെയിം എന്ന് പറയുന്നത് ഇൻകം ആണോ എക്സ്പെൻസ് ആണോ എന്ന് എഴുതാം. അതിൻ്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ ഫുൾ 5 മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ ASന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 7, അതായത് നമ്മുടെ സെഗ്മെന്റ് റിപ്പോർട്ടിംഗ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയില്ലേ? ഒരു സെഗ്മെന്റ് വൈസ് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറയാം ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ഏതൊക്കെയാണ് നമുക്ക് ഈ ഒരു സെക്ഷനോടെ കഴിഞ്ഞിട്ട് മുമ്പിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെക്ഷൻസ്. പിന്നെ സ്വെറ്റ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഓർമ്മയുണ്ടല്ലോ, ആ സ്വെറ്റ് ഇക്വിറ്റിയെ പറ്റിയിട്ടുള്ള ഷോർട്ട് നോട്ട് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് 4 ഓപ്ഷൻസ്. ഇതിൽ ഏതെങ്കിലും 3 എണ്ണം സെലക്ട് ചെയ്തിട്ട് നമ്മൾ എഴുതേണ്ടി വരും. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതൊക്കെയാണ് ആ ഒരു ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട്, ബാങ്കിങ്, ഇൻഷുറൻസ്, ഫിനാൻസ്, അതുപോലെ നമ്മുടെ കമ്പനി, ഇവിടെയൊക്കെ ഫൈനൽ സ്റ്റേറ്റ്മെന്റ്, നമ്മുടെ ഫൈനൽ അക്കൗണ്ട്സിന്റെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഷെഡ്യൂൾ നമ്പറൊക്കെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് ടേമുകളും കുറച്ച് കമ്മിറ്റിയുടെ കാര്യം, കുറച്ച് റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ മാക്സിമം നന്നായിട്ട് പഠിക്കുക. ഡിപ്രിസിയേഷൻ്റെ കുറച്ച് റേറ്റുകളൊക്കെ ഉണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾ നന്നായിട്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ച് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങളുടെ ബ്രെയിനിലൊന്ന് സ്റ്റോർ ചെയ്ത് വെച്ചാൽ അത് കാണുന്ന പഠിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. അണ്ടർ റൈറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഷെയർസ് ആൻഡ് ഡിബഞ്ചേഴ്സ്, തുടക്കത്തിൽ നമ്മുടെ കമ്പനിയുടെ കുറേ ഷെയർസ്, ഡിബഞ്ചേഴ്സ്, പ്രിഫറൻസ് ഷെയർസ് അത് ഇഷ്യൂ ചെയ്യുന്നു, തിരിച്ചു വരുന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലേ? അതിൽ അണ്ടർ റൈറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അണ്ടർ റൈറ്റിംഗിന് MCQ ചോദിക്കും, അതുപോലെ നമുക്ക് പ്രോബ്ലം ആയിട്ട് ചോദിക്കും. ഈ അണ്ടർ റൈറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അണ്ടർ റൈറ്റിംഗിൽ തന്നെ ഫേം അണ്ടർ റൈറ്റിംഗ് എന്താണെന്ന്, ടൈപ്സ് ഓഫ് അണ്ടർ റൈറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ നിങ്ങൾ നോക്കി വയ്ക്കുക. നമ്മൾ ആദ്യം പറഞ്ഞ ഷെയർസിൻ്റെ ചാപ്റ്ററിൽ നിന്ന് ഏകദേശം ഒരു 14 മാർക്കിന് ഓൺ ആൻ ആവറേജ് എല്ലാ വർഷവും ചോദിക്കാറുള്ളതാണ്. അതുപോലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് മിനിമം ഒരു 10, 12, 14, 10 to 14 മാർക്ക്, 12 മാർക്ക് വരെ നമുക്ക് എല്ലാ ടേമിലും എക്സ്പെക്ട് ചെയ്യാം. എന്തായാലും നമ്മുടെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ക്യാഷ് ഫ്ലോ, ഇത്തവണ ചോദിച്ചത് നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സും അതുപോലെ ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയും കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ക്യാഷ് ഫ്ലോ ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ നോക്കുക. പിന്നെ ഈ ഒരു ടേമിന്റെ, അതായത് ഇപ്പം നടക്കാൻ പോകുന്ന എക്സാമിന്റെ കാര്യം പറയുകയാണെങ്കിൽ ലാസ്റ്റ് നടന്ന ഓൺലൈൻ എക്സാമിന് ബാങ്കിങ്, ഇൻഷുറൻസ്, ഇലക്ട്രിസിറ്റി കമ്പനിയിൽ നിന്നൊന്നും എന്ത് ചെയ്തില്ല, പ്രോബ്ലം ചോദിച്ചില്ല. അതിൻ്റെ എന്ത് മാത്രമേ ചോദിച്ചുള്ളൂ, പ്രോബ്ലംസ് ഒരുപാട് ചോദിച്ചില്ല, കുറച്ച്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആ ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യം MCQസിനകത്ത് മാത്രമേ ചോദിച്ചുള്ളൂ. അപ്പോൾ പ്രോബ്ലംസ് ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞ രീതിയിൽ ആ പ്രോബ്ലംസിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കമ്പനി അക്കൗണ്ട്സിനെ പറ്റിയിട്ട് പറയാൻ. ഇനി ഓഡിറ്റിങ്ങിനെ പറ്റി പറയുകയാണെങ്കിലോ ഒന്നുമില്ല, നമുക്ക് ഇനിഷ്യലി ഏറ്റവും ആദ്യമേ MCQതിനകത്ത് ഒരു 13 മുതൽ 14 അല്ലെങ്കിൽ 15 മാർക്ക് വരെയുള്ള MCQs നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതിനകത്ത് മാച്ച് ദ ഫോളോയിങ് ട്രൂ ഓർ ഫോൾസും നമ്മൾ ആദ്യമേ ചെയ്യുന്ന ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും കാണും. ദെൻ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ഓപ്ഷൻസ് തരും. ആ ഓപ്ഷൻസിൽ ഒന്നുകിൽ ഫസ്റ്റ് സെറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ സെക്കൻഡ് സെറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് വന്നിട്ട് എന്ത് ഷോർട്ട് നോട്ട് എഴുതാം. ആ ഷോർട്ട് നോട്ടിൽ ചോദിച്ചത് എന്താണെന്നറിയാമോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ഷോർട്ട് നോട്ട്സ് ആയിട്ട് ഇത്തവണ ചോദിച്ചത്. 4 ഓപ്ഷനിൽ 3 ഓപ്ഷൻസും ആ ഒരു ചാപ്റ്ററിൽ തന്നെ ആയിരുന്നു. ഏതാണെന്നറിയാമോ, മിസലേനിയസ് ഓഡിറ്റ് എന്ന് പറഞ്ഞൊരു ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റ്, ഓഡിറ്റിങ്ങിൻ്റെ ഏറ്റവും ലാസ്റ്റ് സെക്ഷനകത്ത്, അതായത് ഹോസ്പിറ്റലിൻ്റെ ഓഡിറ്റ് എന്താണ്, ബ്രാഞ്ച് ഓഡിറ്റ് എന്താണ്, അങ്ങനെ കുറേ ടൈപ്സ് ഓഫ് ഫേമുകളുടെ പേരും അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ പേരും അതിൻ്റെയൊക്കെ പല വെറൈറ്റീസ് ഓഫ് ഓഡിറ്റിങ്, അതിൻ്റെ 3 ടൈപ്സ് ആണ് ഇത്തവണ ചോദിച്ചത്. അപ്പോൾ അത് നിങ്ങൾ പഠിക്കുക. ചോദിച്ച ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൻ്റെ ഓഡിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, അതുപോലെ ഇന്റേണൽ ഓഡിറ്റിന്റെ നീഡ്സോ അഡ്വാൻറ്റേജസോ എന്തോ, ഇന്റേണൽ ഓഡിറ്റ്, ഇന്റേണൽ കൺട്രോൾ, ഇന്റേണൽ ചെക്കിങ്, ഈ 3 ടേംസിൽ
എന്തായാലും ഒരു 4-5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ഈ 3 ടേംസിൽ നിന്ന് കാണും. എന്ത്? ഇന്റേണൽ ഓഡിറ്റ്, ഇന്റേണൽ കൺട്രോൾ, ഇന്റേണൽ ചെക്കിങ്. ഇത് 3ഉം തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ പഠിച്ചു വെക്കുക. ഏതിൻ്റെ അണ്ടറിലാണ് എന്ത് വരുന്നത് നിങ്ങൾ പഠിക്കുക. ഈ 3 കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ഇന്റേണൽ കൺട്രോൾ, ഇന്റേണൽ ചെക്കിങ്, ഇന്റേണൽ ഓഡിറ്റ്. ഈ 3 നിന്ന് എന്തായാലും ഒരു പ്രോബ്ലം ചോദിച്ചിരിക്കും. അതുപോലെ ഓഡിറ്ററുടെ റിസ്ക്, ഓഡിറ്റ് റിസ്ക് ഓർമ്മയില്ലേ? വൗച്ചിങ്, എവിഡൻസ്, നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട റെക്കോർഡ്സ്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ അതൊക്കെ നോക്കി പഠിക്കുക. പിന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് ലോജിക്ക് വെച്ച് എഴുതാൻ വരും. പിന്നെ നിങ്ങൾ ഒരിക്കലും സെക്ഷൻ അറിഞ്ഞുകൂടെങ്കിൽ എഴുതരുത്. സെക്ഷൻ അറിയാമെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, സെക്ഷൻ കോട്ട് ചെയ്യാവുള്ളൂ. നമ്മൾ എഴുതിയിട്ട് സെക്ഷൻ എഴുതിയിട്ട് തെറ്റിപ്പോയി കണ്ടന്റ് കറക്റ്റ് ആണെങ്കിൽ പോലും നമുക്ക് മാർക്ക് കിട്ടില്ല. സെക്ഷൻ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, എഴുതാൻ പാടുള്ളൂ. പിന്നെ ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ് നമ്മുടെ ഓഡിറ്റ് വർക്കിംഗ് പേപ്പറിലെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിനകത്ത് ആ ഓഡിറ്റ് വർക്കിംഗ് പേപ്പറിനെ വരെയുള്ള കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെന്താണ്, ഇത്രയൊക്കെ ഉള്ളൂ. എക്സാം നടന്നിട്ട് കുറേ ദിവസമായില്ല, ഇത്രയൊക്കെ നമുക്ക് റീകളക്ട് ചെയ്ത് പറയാൻ പറ്റുന്നുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ ഞാൻ പറഞ്ഞു. ഏറ്റവും അവസാനത്തെ മിസ്ലേനിയസ് ഓഡിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. മിക്കുമ്പോൾ നമുക്കൊരു 12 മാർക്ക് വരെ ആ ഒരു മിസ്ലേനിയസ് ഓഡിറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഏറ്റവും തുടക്കത്തിൽ കമ്പനി ഓഡിറ്റിങ്ങിന്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഓഡിറ്ററുടെ അപ്പോയിൻമെന്റ്, ഓഡിറ്റർ റീ അപ്പോയിൻമെന്റ്, എത്ര നാളാ ലോക്ക് ഇൻ പീരീഡ്, അങ്ങനെ ഓഡിറ്ററെ കുറച്ച് കാര്യങ്ങൾ, ഡ്യൂട്ടീസ്, റെമ്യൂണറേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. എപ്പോഴും ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യുന്ന ആരാണ്, അത് കഴിഞ്ഞിട്ട് വരുന്ന കൺസിക്യൂട്ടീവ് ആയിട്ട് വരുന്ന ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്യുന്നത് ആരെയാണ്, ഷെയർ ഹോൾഡേഴ്സ് ഓഡിറ്റിനെ അപ്പോയിന്റ് ചെയ്യാൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ ആരാണ് ദെൻ ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്യേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് പോയിന്റുകളില്ലേ, അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അതിന്റെ ഡേയ്സ് 30 days, 60 days, 45 days, ഈ 3 ഡേറ്റുകളൊക്കെ ആയിരിക്കും വരുന്നത്. ആ ഡേറ്റുകൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചിരിക്കും. പിന്നെ ഈ നമ്മുടെ ഈ ഓഡിറ്റിങ്ങിൻ്റെ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുള്ള സെക്ഷൻസ് എല്ലാം നിങ്ങളൊന്ന് റീകളക്ട് ചെയ്തിട്ട് വേണം പോകാൻ. കാരണം ചിലപ്പോൾ ചോദിക്കും ഓഡിറ്റ് സെക്ഷൻ 43 അല്ലെങ്കിൽ 43-ൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിക്കും, അല്ലെങ്കിൽ 43 പ്രകാരം ഇങ്ങനെയൊക്കെയാണോ ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസ് ചോദിക്കും. അപ്പോൾ സെക്ഷൻ 43 എന്താ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് നമുക്ക് ഒട്ടും ഓർമ്മയില്ലാത്ത സെക്ഷൻസ്, അല്ലെങ്കിൽ നമ്മൾ ലെസ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ് പഠിച്ച സെക്ഷൻസ് ഒന്നും ചോദിക്കില്ല. നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ സെക്ഷൻസ് മാത്രമേ ചോദിച്ച് കണ്ടിട്ടുള്ളൂ. ഇനി അഥവാ ക്വസ്റ്റ്യൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ടഫായിട്ടുള്ള സെക്ഷൻസ് ഒക്കെ ചോദിക്കുക. അപ്പോൾ നിങ്ങൾ ആ ഒരു സെക്ഷൻസ് ഓർത്ത് വയ്ക്കുക. അതുപോലെ ഫോം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ആ MCQ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിനകത്തൊക്കെ ആ ഫോമുകൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആ ഫോമുകളുടെ പേര് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട ഫോമിലുള്ള പേരും കൂടെ നിങ്ങൾ നന്നായിട്ട് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ കമ്പനി അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റിങ്ങിൻ്റെ കാര്യം. ഒന്നുമില്ല, 25 മാർക്കിൻ്റെ MCQ നമ്മൾ എന്തായാലും രണ്ടിലും കൂടെ ചേർത്ത് അറ്റൻഡ് ചെയ്ത് മേടിക്കേണ്ടി വരും. എന്നിട്ട് ലാസ്റ്റ് ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഒരു 15 മാർക്കിനോ 30 മാർക്കിനോ 25 മാർക്കിനോ രണ്ടും കൂടെ ചേർത്തിട്ട് ഷോർട്ട് നോട്ട് നമ്മൾ എഴുതേണ്ടി വരും. അത് നമ്മൾ എഴുതി കഴിഞ്ഞാൽ ഈ പേപ്പർ തന്നെ പാസ്സായി. പിന്നെ നമുക്ക് അറിയാവുന്ന കണക്കുകളും ക്യാഷ് ഫ്ലോ നമ്മൾ പഠിച്ചിട്ടില്ലേ, ക്യാഷ് ഫ്ലോയുടെ കണക്കുകൾ വന്നാൽ അത് ചെയ്യാം. ഏതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൻ്റെ ഏതെങ്കിലും പ്രോബ്ലം ചോദിച്ചാൽ അതൊക്കെ ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. ലാസ്റ്റ് എക്സാം ആണ്, ഇപ്പോൾ അടിച്ച് പൊളിച്ച് എക്സാം എഴുതുക, ഫ്രണ്ട്സിനെയൊക്കെ കാണുക, എല്ലാവരോടും ബൈയൊക്കെ പറഞ്ഞിട്ട് സന്തോഷമായിട്ടൊക്കെ പിരിയുക. പിന്നെന്താണ് പറയാനുള്ളത്, നമ്മുടെ കാലിക്കറ്റ് നടക്കാൻ പോണ എക്സാം ഒന്ന് റീഷെഡ്യൂൾ, വീണ്ടും നമ്മുടെ അടുത്ത റീടെസ്റ്റിലേക്ക് ആ എക്സാം ഒന്ന് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. അവിടെ സെൻറ്ററിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളോ ടെക്നിക്കൽ ഗ്ലീച്ചസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളായിട്ടായിരിക്കും ആ എക്സാം ഒന്ന് പോസ്റ്റ്പോൺ ചെയ്തത്. റീടെസ്റ്റ് നടത്തുമ്പോൾ അതിൻ്റെ കൂടെ എന്തായാലും ഈ 24-ാം തീയതി, അതായത് നമ്മൾ തൊട്ട് മുമ്പത്തെ കോസ്റ്റിങ്ങിൻ്റെ എക്സാമിൻ്റെ ആ ഒരു എക്സാമും കൂടി നെക്സ്റ്റ് നടക്കാൻ പോകുന്ന എക്സാമിൻ്റെ കൂടെ കാണും. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, അത് അതിൻ്റെ വഴിക്ക് നടന്നോളും. കുറച്ച് ദിവസം കൂടെ പഠിക്കാൻ കിട്ടിയെന്ന് ആലോചിച്ച് സമാധാനിക്കുക. എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക, കൂളായിട്ടിരിക്കുക. ബാക്കി വരുന്നതൊക്കെ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഒരു വർഷം നമ്മൾ ഈ ഒരു ടേമിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തു. ഈ പ്രാവശ്യം തന്നെ നമ്മൾ മാക്സിമം എഫേർട്ട് എടുത്തിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യും. ഈ പ്രാവശ്യം തന്നെ ജയിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്കിനി നമ്മുടെ കോഴ്സുമായിട്ട് ബന്ധപ്പെടുന്ന ബാക്കി ഡീറ്റെയിൽസും ബാക്കി ഇൻഫർമേഷൻസും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് എന്ത് ഇൻഫർമേഷൻസ്, എന്ത് ഡീറ്റെയിൽസ്, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. ഞാൻ അടുത്ത് ചെയ്യേണ്ട വീഡിയോയുടെ സജഷൻസ് നിങ്ങൾക്ക് പറയാം. ഞാൻ അത് നോക്കിയിട്ടായിരിക്കും അടുത്ത വീഡിയോ ചെയ്യുന്നത്. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.